ഇപ്പോൾ പൈനാപ്പിൾ കിട്ടാനില്ല. ചൂട് കൂടിയപ്പോൾ ഡിമാൻഡും വർദ്ധിച്ചു. മാത്രമല്ല വിപണിയിൽ സാധനം കിട്ടാത്തതിനാൽ വിലയോ കുതിച്ചുയരുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം യഥാർത്ഥത്തിൽ ബാധിച്ചത് പൈനാപ്പിൾ കർഷകരെയാണ്. ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർ വലയുകയാണ്. ചൂട് കൂടുന്നതിനാൽ ആവശ്യക്കാർ കൂടിയതും വേണ്ടത്ര പൈനാപ്പിൾ വിപണിയിൽ ഇല്ലാത്തതും ഉള്ളതിന് വില കൂടാൻ കാരണമായി. നിലവിൽ മാർക്കറ്റിൽ 1 കിലോ പൈനാപ്പിളിന് 55 രൂപയാണ് വില. റീറ്റെയിൽ വില 70 രൂപയും. കാരണം നമുക്ക് ഒരു വേണമെങ്കിൽ പൈനാപ്പിൾ മേടിക്കണമെങ്കിൽ 70 രൂപ കൊടുക്കണം. പക്ഷെ കർഷകന് കിട്ടുന്നത് വെറും തുച്ഛമായ പൈസ. മാത്രമല്ല കർഷകർക്ക് സ്പെഷ്യൽ ഗ്രേഡിന് 43ഉം പച്ചയ്ക്ക് 41ഉം പഴുത്തതിന് 43ഉമാണ് ഇന്നത്തെ ലഭിച്ച വില. ഡിസംബർ അവസാനം സ്പെഷ്യൽ ഗ്രേഡിന് 36ഉം പച്ചയ്ക്ക് 34ഉം പഴുത്തതിന് 47ഉമായിരുന്നു കർഷകർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നവംബറിലായിരുന്നെങ്കിൽ 33ഉം 31ഉം 30ഉം വെച്ച് ലഭിച്ചു. ഇതനുസരിച്ച് പൊതുവിപണിയിലെ ഹോൾസെയിൽ റീറ്റെയിൽ വിലയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. കഴിഞ്ഞ വർഷം ഇടയ്ക്കിടെ പെയ്ത കനത്ത മഴ മുതൽ ഇപ്പോഴത്തെ ചൂട് വരെ പൈനാപ്പിളിന്റെ ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടിയാൽ സ്ഥിതി രൂക്ഷമാകും. കടുത്ത ചൂടിലും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും ചെടികൾ വാടുകയാണ്. മഴ എന്ന് പെയ്യുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ വെള്ളത്തിനും തണലിനും മറ്റു മാർഗങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഓലമടൽ കൊണ്ട് പന്തൽ പോലെ മറച്ചാണ് മുമ്പ് ഇതിനൊക്കെ തണൽ ഒരുക്കിയിരുന്നത്. ചെടികൾക്ക് മുകളിൽ പച്ച നിറത്തിലുള്ള വല വിരിക്കുന്നതാണ് ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്ന രീതി. അതുപോലെ തന്നെ വെള്ളം കിട്ടാത്തത് അത് മറികടക്കാനായി ചില കർഷകർ പ്രത്യേകം കുളം നിർമ്മിക്കുന്നു. പക്ഷേ വെള്ളം ആവശ്യത്തിന് അതിലും കിട്ടുന്നില്ല. ഓരോ സീസണിലും വളത്തിന്റെ വിലയിൽ വർധന ഉണ്ടാവുന്നു. പൊട്ടാഷ്, ഫാക്ടംഫോസ്, യൂറിയ, മസൂരി, മഗ്നീഷ്യം എന്നിവയാണ് കൂടുതലും പൈനാപ്പിൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ. വളങ്ങളുടെ വില വർധനവും അതിന്റെ ലഭ്യത കുറവും ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. യൂറിയയുടെ ലഭ്യത കുറവാണ് കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ മേഖലയിൽ തൊഴിലാളി ക്ഷാമവും നേരിടുന്നു. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ഗ്രേഡായി തിരിച്ചാണ് പൈനാപ്പിളിന്റെ കച്ചവടം നടക്കുന്നത്. 1 കിലോയ്ക്ക് മുകളിലുള്ള പൈനാപ്പിളുകളാണ് എ ഗ്രേഡായി പരിഗണിക്കുന്നത്. 600 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ളവ ബി ഗ്രേഡും അതിന് താഴെയുള്ളവ സിയും ഡിയും ഗ്രേഡാണ്. ഏതായാലും പൈനാപ്പിൾ കർഷകർ നട്ടം തിരിയുകയാണ്. ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് അവർ തന്നെ ചോദിക്കുന്നത്.